ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകുന്നതേ മലപ്പുറത്ത് പുതിയതായിട്ട് തുടങ്ങിയ കല്യാണ ബിരിയാണി കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഒരു നാടൻ വീട്ടിൽ കല്യാണം വിളിച്ചാലുള്ള അവസ്ഥ എങ്ങനെ? അവിടെ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ മുറ്റത്തൊരു പന്തലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു സെറ്റപ്പ് കേട്ടോ. എന്താ നമ്മളെ സെമീർ ഇതാട്ടെ കയ്യേകാൻ പോരടിക്കണോനി. അവിടെ ചെന്ന് ഇരുന്ന് ആദ്യം നമുക്ക് കിട്ടണത് നല്ല ആവി പറക്കണ കട്ടൻ ചായ. അതിങ്ങനെ ആ ഗ്ലാസ്ക്ക് ഇങ്ങനെ വയ്ക്കണോ കാണി സെമീർ. ഓ, ആ ചായൻ്റെ ഒരു ചൂട്, അതൊരിളം മധുരത്തിൽ ആ ചായയും കിട്ടിയാലേ പിന്നെ ബിരിയാണി. ഓ, ആണ് വരട്ടെ, ബിരിയാണി വരാണ്ട്. ഇതാ വരുന്നുണ്ട്, ഞമ്മക്കുള്ള ബിരിയാണി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതാ വായൻ്റെ ഇലയിലാട്ടോ ചോറ് വരുന്നതേ. ആ ബീഫ് ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതാ ആ ഒരു ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ എൻ്റെ ആ ബീഫിൻ്റെ പീസൊക്കെ നോക്കുകയാണ് നിങ്ങൾ. എന്താ അതിൻ്റെ ഒരു പവർ. ഇതാ സാലഡും നമ്മളെ അച്ചാറൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കിട്ടിയിട്ട് കാണിച്ചു തരാം എങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ പുളിഞ്ചിയാണ് അച്ചാർ കിട്ടിയത്. ഈ ബീഫാണ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ആണ് ഞെക്കുമ്പോഴത്തേന് അത് അലിഞ്ഞാണ് പോകണം. എന്താ ബീഫ്. പിന്നെ പപ്പടം കൊണ്ടിട്ട് നമുക്കേ ബിരിയാണീൻ്റെ കൂടെ പപ്പടം കൂട്ടി കുഴച്ച് തിന്നണ്ട ആ ടേസ്റ്റ്, അതും ആ കട്ടൻ ചായയും കൂട്ടിക്കണ്ട് മക്കളെ എന്നിട്ട് പോരിട്ടോ. ചിക്കൻ ബിരിയാണിക്ക് ഇവിടെ റേറ്റ് വരുന്നതേ 100 രൂപയാണ്. ബീഫ് ബിരിയാണി ആണെങ്കിൽ 120 രൂപയും. ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുകയാണ്. ഇതിനെ ലൊക്കേഷൻ വരുന്നത് മൈലപ്പുറത്ത്, തിരൂർ റൂട്ടിൽ മൈലപ്പുറത്ത് കല്യാണ ബിരിയാണി എന്നുള്ളൊരു ബോർഡ് തന്നെ ഉണ്ടാവും അവിടെ. ഊണും അൽഫാമും ബിരിയാണിയും ചിക്കൻ ചില്ലി, നെയ്ച്ചോറും ബീഫ് ചില്ലി, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. ആ ഒരു പെട്രോൾ പമ്പ്, മലപ്പുറം പെട്രോൾ പമ്പിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. അപ്പോൾ എല്ലാവരും പോവുക, ഫുഡ് കഴിക്കുക, അഭിപ്രായം അറിയിക്കുക. കല്യാണ ബിരിയാണി, മലപ്പുറം, മൈലപ്പുറം.